ഹായ് everyone, ഇന്ന് ഇവിടെ എടുക്കാവുന്ന ടോപ്പിക്കാണ് ഇൻ്റർഫേസിംഗ് പ്രോഗ്രാമബിൾ പെറിഫറൽ ഡിവൈസ് 8254. ഇനി 8254ൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നോക്കാം. The 8253 or 54 solves one of the most common problem in any microprocessor system, the generation of accurate time delays under software control. മൈക്രോ പ്രൊസസ്സർ സോഫ്റ്റ്വെയറിലുള്ള മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ടൈം ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8254 യൂസ് ചെയ്യുന്നതിലൂടെ ഈ ടൈം ഡിലേ എന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് സെറ്റിംഗ് ഓഫ് ടൈമിംഗ് ലൂപ്പ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, the programmer configures the 8254 to match its requirement, initialize one of the counters of the 8254 with the desired quantity. Then upon command, the 8254 will count out the delay and interrupt the CPU when it has completed its task. നോർമലി ടൈം ഡിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടൈം ലൂപ്പാണ് നോർമലായിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യാറ്. എന്നാൽ 8254 കൗണ്ടേഴ്സാണ് യൂസ് ചെയ്യുക ഈ ടൈം ഡിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. To operate a counter, a 16-bit count is loaded in its register and on command, it begins to decrement the count until it reaches 0. കൗണ്ടറിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 16-bit കൗണ്ട് രജിസ്റ്റർ ലോഡ് ചെയ്തിട്ടുണ്ട്. 8254 architecture. In the figure, there are 3 counters. A data bus buffer, read or write control logic and a control register. ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും 3 കൗണ്ടേഴ്സാണ് ഉള്ളത്. കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 2. അതുപോലെ തന്നെ ഉള്ളതാണ് ഡാറ്റ ബസ് ബഫർ, റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക് ആൻഡ് എ കൺട്രോൾ രജിസ്റ്റർ. ഈച്ച് കൗണ്ടേഴ്സ് has 2 input signals, clock and gate, and 1 output signal out. ഓരോ കൗണ്ടറിലും 2 ഇൻപുട്ട് സിഗ്നലുണ്ട്, അതാണ് ക്ലോക്കും ഗേറ്റും. അതുപോലെ തന്നെ 1 ഔട്ട്പുട്ട് സിഗ്നലാണുള്ളത്, അതിനെ ഔട്ട് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി കൗണ്ടർ 0ലാണെങ്കിൽ ക്ലോക്ക് ഇൻപുട്ടായിട്ട് ക്ലോക്ക് 0, ഗേറ്റ് 0, ഔട്ട്പുട്ട് ഔട്ട് 0 ആണ് ഉണ്ടാവുക. ഇനി കൗണ്ടർ 1ലാണെങ്കിൽ ക്ലോക്ക് 1, ഗേറ്റ് 1, ഔട്ട്പുട്ട് ഔട്ട് 1 എന്നാ വരിക. അതുപോലെ തന്നെയാണ് കൗണ്ടർ 2ലും വരിക. ഇനി 8253ൻ്റെ ആർക്കിടെക്ചറിലുള്ള ഓരോ കോമ്പോണൻസും നോക്കാം. ഫസ്റ്റ് ഡാറ്റ ബസ് ബഫർ. It is a tri-state bidirectional 8-bit buffer which is used to interface the 8254 to the system's data bus. ഇതിലുള്ളത് ട്രൈസ്റ്റേറ്റ് ബൈഡയറക്ഷണൽ 8-bit ബഫർ എല്ലാമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ 3 ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതെന്തൊക്കെയാ വെച്ചാൽ പ്രോഗ്രാമിംഗ് ദ മോഡ്സ് ഓഫ് 8253, ലോഡിംഗ് ദ കൗണ്ട് രജിസ്റ്റർ, റീഡിംഗ് ദ കൗണ്ട് വാല്യൂസ്. ഇത് 3 ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നത്. റീഡ് ഓർ റൈറ്റ് ലോജിക്. It includes 5 signals: read, write, CS, and the address line A0 and A1. ഇതിൽ 5 സിഗ്നലാണ് വരുന്നത്. റീഡ്, റൈറ്റ്, CS എന്ന് പറഞ്ഞാൽ ചിറ്റ്സേലറ്റ്, പിന്നെ അഡ്രസ് ലൈൻ A0യും A1ഉം. In the peripheral input-output mode, the read and write signal are connected to the memory mode read and memory mode write. പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ ഈ റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽ മെമ്മറി മോഡ് റീഡിലും റൈറ്റിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അഡ്രസ് ലൈൻസ് A0 and A1 of the CPU are connected to lines A0 and A1 of 8253 and CS is tied to a decided address. CPU-ൻ്റെ A0 and A1 അഡ്രസ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ലൈൻ A0 and A1, 8253ൻ്റെ A0 and A1 ലൈനിലാണ്. അതുപോലെ തന്നെ CS ടൈഡ് ചെയ്തിരിക്കുന്നത് അഡ്രസ്സുമായിട്ട് ആണ്.
Control word register and counters are selected according to the signals on lines A0 and A1. കൺട്രോൾ വേർഡ്സ് രജിസ്റ്ററും കൗണ്ടേഴ്സും സെലക്ട് ചെയ്യുന്നത് സിഗ്നൽസ് ലൈൻസിലുള്ള A0 ആൻഡ് A1 ലൈനിലുള്ള സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ്. കൺട്രോൾ വേർഡ് രജിസ്റ്റർ. This register is accessed when lines A0 and A1 are at logic 1. ഈ രജിസ്റ്റർ നമ്മൾ ആക്സസ് ചെയ്യുന്നത് A0 ആൻഡ് A1 ലൈൻ ലോജിക് 1ൽ വരുമ്പോഴാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ കമൻറ്റ് വേർഡ് വിച്ച് സ്പെസിഫൈ ദ കൗണ്ടേഴ്സ് ടു ബി യൂസ്ഡ്. ഇറ്റ്സ് മോഡ് ആൻഡ് എയ്തർ എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഒരു കമൻറ്റ് വർക്ക് റൈറ്റ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. Counters. These three functional blocks are identical operations. Each counter consists of a single 16-bit presettable down counter. The counter can operate in either binary or BCD, and its input gate and output are configured by the selection of modes stored in a control word register. The counters are fully independent. The programmer can read the contents of any of the three counters without disturbing the actual counting processor. ഇത് പറയുന്നത് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 3 കൗണ്ടറാണ് വരുന്നത്. ഓരോ കൗണ്ടറിലും 16 ബിറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രീ സെറ്റബിൾ ഡൗൺ കൗണ്ടറുണ്ട്. പിന്നെ ഓരോ കൗണ്ടറും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ബൈനറി ഓർ BCD ആയിരിക്കും. അതുപോലെ തന്നെ ദ ഇൻപുട്ട് ഗേറ്റ് ആൻഡ് ഔട്ട്പുട്ട് ആർ കോൺഫിഗറഡ് ബൈ ദ സെലക്ഷൻ ഓഫ് മോഡ്സ്. നെക്സ്റ്റ് ഈ കൗണ്ടേഴ്സ് പറയുന്നത് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്രോഗ്രാമർക്ക് നമ്മുടെ ഈ കൗണ്ടർ റീഡ് ചെയ്യാൻ പറ്റും. ദ പ്രോഗ്രാമർ ക്യാൻ റീഡ് ദ കണ്ടൻസ് ഓഫ് എനി ഓഫ് ദ 3 കൗണ്ടേഴ്സ്. ഈ 3 കൗണ്ടേഴ്സിലെ ഏത് കണ്ടൻറ്റും പ്രോഗ്രാമറിന് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. റിയൽ ടൈം ക്ലോക്ക് and event counters, a square wave generation, a digital one shot. റിയൽ ടൈം ക്ലോക്ക്, ഇവൻറ്റ് കൗണ്ടേഴ്സ്, സ്ക്വയർ വേവ് ജനറേഷനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാമാണ് ഇതിന് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.